ഗുഡ് ആഫ്റ്റർനൂൺ. ഇനി നമ്മൾ മോഡൽ ബിൽഡിംഗ് മെത്തേഡ്സ് ആണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് 3 തരത്തിലുള്ള മോഡൽ ബിൽഡിംഗ് മെത്തേഡ്സ് ആണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫോർവേഡ് സെലക്ഷൻ ആണ്, രണ്ടാമത്തേത് ബാക്ക്വേർഡ് എലിമിനേഷൻ, മൂന്നാമത്തെ സ്റ്റെപ്പ് വൈസ് റിഗ്രഷൻ. അപ്പോൾ നമ്മൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് സ്റ്റെപ്പ് വൈസ് റിഗ്രഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഫസ്റ്റും സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ ഒരു കോമ്പിനേഷൻ പ്രൊസീജിയർ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ ഈ മെത്തേഡ്സ് എന്ന് നോക്കാം. First one, forward selection. The procedure begins with the assumption that there are no regressors in the model other than the intercept. അപ്പോൾ നമ്മൾ ഫോർവേഡ് സെലക്ഷനിൽ നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ മോഡലിൽ ഒരു റിഗ്രസേഴ്സ് പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഇൻ്റർസെപ്റ്റ് ടേം മാത്രമുണ്ട്. ഇൻ്റർസെപ്റ്റ് ഒഴിച്ച് മറ്റൊരു റിഗ്രസേഴ്സ് നമ്മുടെ മോഡലിൽ ഇല്ല എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ഫോർവേഡ് സെലക്ഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. An effort is made to find an optimal subset by inserting regressors into the model one at a time. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മോഡലിലേക്ക് ഓരോ റിഗ്രസേഴ്സിനെയും 1 at a time ഇട്ട് കൊടുക്കുക. ഒരെണ്ണം ഒരു സമയം എന്നുള്ള രീതിയിൽ ഓരോ റിഗ്രസേഴ്സിനെ വിധം നമ്മൾ മോഡലിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിഷ്യലി വി സ്പെസിഫൈ എ പ്രീ സെലക്റ്റഡ് എഫ് വാല്യൂ, സേ എഫ് ഇൻ or f to enter, and decide to allow an independent variable to enter the model depending on this value. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡലിലേക്ക് ഓരോ റിഗ്രസേഴ്സിനെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു പ്രീ സെലക്റ്റഡ് എഫ് വാല്യൂവിനെ സ്പെസിഫൈ ചെയ്യും. ആ ഒരു എഫ് വാല്യൂവിനെ നമ്മൾ എഫ് ഇൻ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതായത് എഫ് വാല്യൂ ടു എൻ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നത്. അപ്പം ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മുടെ മോഡലിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു എഫ് വാല്യൂവിനെ നമ്മൾ നേരത്തെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഈ ഒരു എഫ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഫസ്റ്റ് റിഗ്രസർ സെലക്റ്റഡ് ഫോർ എൻട്രി ഇൻ ദ മോഡൽ ഈസ് എ വൺ ദാറ്റ് ഹാസ് മാക്സിമം സിമ്പിൾ കോറിലേഷൻ വിത്ത് വൈ. അപ്പോൾ നമ്മുടെ മോഡലിലേക്ക് ആദ്യം എൻട്രി ചെയ്യാൻ വേണ്ടി പോകുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ വൈ ആയിട്ട് ഏറ്റവും കൂടുതൽ സിമ്പിൾ കോറിലേഷൻ ഉള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. അതായത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായ വൈ ആയിട്ട് ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും നമ്മുടെ മോഡലിലേക്ക് ആദ്യം എൻട്രി നടത്തുന്നത്. ലെറ്റ് ദിസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ബി x1, എക്സ് ബ്രാക്കറ്റിൽ വന്ന്, അപ്പോൾ നമ്മുടെ ആ ഒരു ഫസ്റ്റ് നമ്മുടെ സിമ്പിൾ കോറിലേഷൻ ഏറ്റവും കൂടുതൽ വൈ ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ x(1) എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. Note that x(1) is just a notation to denote one of the independent variables x1, x2, etc. xk which enters the model in first stage itself. അപ്പോൾ നമ്മുടെ ഈ x(1) എന്ന് പറയുന്നത് x1 x2 etc. xkയിലെ ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആകാം. ആ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് നമ്മുടെ മോഡലിലേക്ക് ആദ്യം എൻട്രൻസ് നടത്തിയെന്നുള്ള രീതി ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് x(1) എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് ഓൾസോ ദ റിഗ്രസർ വിച്ച് ഗീവ്സ് ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് ദ എഫ് സ്റ്റാറ്റിസ്റ്റിക് ഇൻ ദ അനോവ വെൻ വൈ ഈസ് റിഗ്രസ്ഡ് ഓൺ x1 ഓൺലി. അപ്പം നമ്മൾ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ തരുന്നത്. നമ്മൾ വൈനെ ആ x(1) റിഗ്രസ് ചെയ്യിപ്പിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ വന്നത് ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനായിരിക്കും. ആക്ച്വലി ദിസ് റിഗ്രസേഴ്സ് എൻറ്റേഴ്സ് ദ മോഡൽ പ്രൊവൈഡഡ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് എഫ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഇൻ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ നമ്മളൊരു എഫ് ഇൻ എന്ന് പറയുന്ന ഒരു എഫ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ പ്രീ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ള ഈ വൈനെ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് റിഗ്രസ് ചെയ്യിപ്പിച്ചപ്പോൾ കിട്ടിയ എഫ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ ഈ ഒരു എഫ് ഇന്നിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മുടെ മോഡലിലേക്ക് എൻറ്റർ ചെയ്തുള്ളൂ. Note that if none of the regressors satisfy the greater f(in) condition, then none of the regressors can ever enter the model. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള നമ്മൾ പ്രീ ഡിഫൈൻഡ് ചെയ്തിട്ടുള്ള f(in) സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ റിഗ്രസേഴ്സ് മോഡൽ എൻറ്റർ ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഓരോ റിഗ്രസേഴ്സിനെ വെച്ച് റിഗ്രസ് ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ എഫിൻ്റെ വാല്യൂവിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അങ്ങനെ ഒരു കൂടുതലായിട്ടുള്ള ഒരു ഗ്രേറ്റർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ, ഒരു റിഗ്രസേഴ്സും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു റിഗ്രസേഴ്സും നമ്മുടെ മോഡലിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പോലും നമ്മുടെ മോഡലിൽ എൻട്രൻസ് നടത്തത്തില്ല. If one of the regressors has entered the model, then we proceed to the selection of the second regressor. അപ്പോൾ നമ്മൾ ഒരു റിഗ്രസർ നമ്മുടെ മോഡലിൽ എൻട്രൻസ് നടത്തിയെങ്കിൽ നമ്മൾ പിന്നെ അടുത്ത റിഗ്രസർ ഏതാണെന്നുള്ള സെലക്ഷൻ നടത്തും. The second regressor selected for entry in the model is one that has maximum partial correlation with the y after eliminating the effect of x1, that is a variable that was selected in the first stage. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റിഗ്രസർ എങ്ങനെയാണ് മോഡൽ എൻട്രൻസ് നടത്തുന്നതെന്ന് വെച്ചാൽ, ആ ഒരു ഏത് റിഗ്രസറിനാണോ നമ്മുടെ
വൈ ആയിട്ടുള്ള പാർഷ്യൽ കോറിലേഷൻ ഏറ്റവും ഹൈ ആയിട്ടുള്ള പാർഷ്യൽ കോറിലേഷൻ എന്താ, നമ്മൾ x1 ഓൾറെഡി നമ്മുടെ മോഡലിലുണ്ട്. സോ ആ x1ൻ്റെ ഇഫക്റ്റ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വൈയും ഏത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലാണോ ഏറ്റവും കൂടുതൽ പാർഷ്യൽ കോറിലേഷൻ ഉള്ളത് ആ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും നമ്മുടെ മോഡലിൽ എൻട്രൻസ് നടത്തുന്നത്. ലെറ്റ് ടിപ്പിക്കൽ അഡീഷണൽ കാൻഡിഡേറ്റ് റിഗ്രസർ ബി x2. അപ്പോൾ അങ്ങനെ എൻട്രൻസ് നടത്തിയ ആ ഒരു സെക്കൻഡ് റിഗ്രസറിനെ നമ്മൾ x(2) എന്ന് പറഞ്ഞെടുത്തു. ഫോർ ഈച്ച് ഓഫ് ദീസ് അഡീഷണൽ റിഗ്രസേഴ്സ് വി കമ്പ്യൂട്ട് പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് ഗിവൺ ബൈ. അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന ഓരോ റിഗ്രസേഴ്സിനെയും നമ്മൾ പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് കമ്പ്യൂട്ട് ചെയ്യും. പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. പാർഷ്യൽ എഫ് ഈസ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയർ ഓഫ് റെസിജ്വൽ ഓഫ് x(1) മൈനസ് സം ഓഫ് സ്ക്വയർ ഓഫ് റെസിജ്വൽ ഓഫ് x(1), x(2) divided by 1 the whole divided by sum of square of residual of x(1), x(2) whole divided by n minus 3. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വഴി നമ്മൾ പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കും. ദ ലാർജസ്റ്റ് ഓഫ് ദീസ് ഈസ് കമ്പയർഡ് വിത്ത് ദ പ്രീ സെലക്റ്റഡ് എഫ് ഇൻ. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഏത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലാണോ ഏറ്റവും കൂടുതൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ഉള്ളത് അത് നമ്മൾ എഫ് ഇൻ, നമ്മൾ നേരത്തെ പ്രീ സെലക്ട് ചെയ്ത എഫ് ഇൻ എന്നുള്ള വാല്യൂയിട്ട് കമ്പയർ ചെയ്യും. ഇഫ് ദിസ് ലാർജസ്റ്റ് ഓഫ് വാല്യൂ എക്സീഡ്സ് എഫ് ഇൻ ദെൻ ദ റിഗ്രസേഴ്സ് എൻറ്റേഴ്സ് ദ മോഡൽ. അപ്പോൾ ഏത് എഫ് സ്റ്റാറ്റിസ്റ്റിക് ആണോ ഏറ്റവും കൂടുതൽ അടുത്തതായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു റിഗ്രസർ ആയിരിക്കും നമ്മുടെ മോഡലിൽ അടുത്ത എൻട്രൻസ് നടത്തുന്നത്. നോട്ട് ദാറ്റ് ഇഫ് നൺ ഓഫ് ദ അഡീഷണൽ റിഗ്രസേഴ്സ് satisfy the greater f(in) condition, then none of the additional regressors can enter the model and we will stop with only one independent variable, namely the one that has selected in the first stage. അപ്പം നമ്മൾ ഇനി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇനിയുള്ള അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ മോഡലിൽ x(1) ഉണ്ട്. അപ്പം മറ്റ് വേരിയബിൾസ് നോക്കുമ്പോൾ ഒരു വേരിയബിൾ പോലും ഗ്രേറ്റർ f(in) കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഒരു മോഡൽ ആദ്യം കയറിയ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമേ നമ്മുടെ മോഡലിൽ കാണത്തുള്ളൂ. ബാക്കിയുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഒന്നും നമ്മൾ മോഡലിൽ ആഡ് ചെയ്യത്തില്ല. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മോഡലിലേക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ എൻട്രൻസ് നടത്താൻ പറ്റത്തുള്ളൂ. ഇഫ് വൺ ഓഫ് ദ അഡീഷണൽ റിഗ്രസേഴ്സ് ഹാസ് എൻറ്റർ ദ മോഡൽ ദെൻ വി പ്രൊസീഡ് ടു സെലക്ഷൻ ഓഫ് തേർഡ് റിഗ്രസർ. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം കയറിയെന്ന് വെച്ചു. ഇപ്പം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് മറ്റൊരു വേരിയബിളോട് വന്ന് അതിനെ നമ്മൾ x(2) എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ ഇപ്പം നമ്മുടെ മോഡലിൽ ഓൾറെഡി 2 വേരിയബിൾസ് ഉണ്ട്. ഇനി നമ്മൾ അപ്പോൾ 2 ഉള്ളതുകൊണ്ട് ഇനി നമ്മൾ അടുത്ത വേരിയബിൾ ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ തേർഡ് വൺ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത് നോക്കാം. ദ തേർഡ് റിഗ്രസർ selected for entry in the model is the one that has maximum partial correlation with y after eliminating the effect of x1 and x2. അപ്പോൾ ഈ സെയിം പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. ഇവിടെ നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഇതുപോലെ തന്നെ നമ്മൾ ഏത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനാണോ y ആയിട്ട് ഏറ്റവും കൂടുതൽ പാർഷ്യൽ കോറിലേഷൻ ഉള്ളത് എങ്ങനെയാണ് ആഫ്റ്റർ എലിമിനേറ്റിംഗ് ദി ഇഫക്റ്റ് ഓഫ് x1 ആൻഡ് x2. ഇപ്പോൾ നമുക്ക് മോഡലിൽ ഓൾറെഡി x1 ഉണ്ട്, x2 ഉണ്ട്. സോ ആ x1ൻ്റെ x2ൻ്റെ ഇഫക്റ്റ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഏത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണോ y ആയിട്ട് ഏറ്റവും കൂടുതൽ പാർഷ്യൽ കോറിലേഷൻ ഉള്ളത് അതായിരിക്കും നമ്മുടെ മോഡലിൽ അടുത്തതായിട്ട് എൻട്രൻസ് നടത്തുന്നത്. അതായത് ടിപ്പിക്കൽ അഡീഷണൽ റിഗ്രസർ ബി x(3). അപ്പോൾ നമ്മൾ x(3)നെയാണ് തേർഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് എടുത്തുവെന്ന് വെച്ചു. ഫോർ ഈച്ച് ഓഫ് ദീസ് അഡീഷണൽ റിഗ്രസേഴ്സ് വി കമ്പ്യൂട്ട് പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിലും ഓരോ കേസിലും നമ്മൾ പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് കമ്പ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ പാർഷ്യൽ എഫിൻ്റെ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. പാർഷ്യൽ എഫ് ഈസ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയർ ഓഫ് റെസിജ്വൽ ഓഫ് x(1), x(2) മൈനസ് സം ഓഫ് സ്ക്വയർ ഓഫ് റെസിജ്വൽ x(1), x(2), x(3) divided by 1 the whole divided by sum of square of residual of x(1), x(2), x(3) divided by n minus 4. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വഴി പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കും. ദ ലാർജസ്റ്റ് ഓഫ് ദീസ് ഈസ് കമ്പയർഡ് ടു എഫ് ഇൻ. ഇഫ് ഇറ്റ് എക്സീഡ്സ് എഫ് ഇൻ ദെൻ ദ റിഗ്രസേഴ്സ് എൻറ്റേഴ്സ് ദ മോഡൽ ഇൻ തേർഡ് സ്റ്റേജ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് വഴി ഓരോ റിഗ്രസേഴ്സിൻ്റെ കണ്ടുപിടിച്ചിട്ട് ഏത് പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്കാണ് കൂടുതൽ, അതായത് എഫ് ഇൻ എന്നുള്ള നമ്മുടെ വാല്യൂവിനെക്കാളും ഏറ്റവും കൂടുതൽ അതായിരിക്കും നമ്മുടെ മോഡലിൽ അടുത്തതായിട്ട് എൻട്രൻസ് നടത്തുന്നത്. Note that if none of the additional regressors satisfy the greater f(in) condition, then none of the additional regressors can enter the model and we will stop with only 2 independent variables, namely those that were selected in the first and second stage. അപ്പോൾ ഈ ഒരു ഗ്രേറ്റർ f(in) കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മോഡലിൽ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, അവിടെ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പം ഗ്രേറ്റർ f(in) കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. If one of the additional regressors have entered the model, then we proceed to the selection of fourth regressor. അപ്പോൾ ഇങ്ങനെ 3 ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് മൂന്നാമത്തെ റിഗ്രസർ മോഡലിൽ കയറിയെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഫോർത്ത് റിഗ്രസർ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഈ ഒരു സെയിം പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിസ് പ്രൊസീജിയർ സ്റ്റോപ്സ് അറ്റ് സ്റ്റേജ് i
stopping with I minus 1 independent variables that were selected in the previous stage when none of the partial f statistic in that stage exceeds fn. It might go on till the last candidate റിഗ്രസ് ഈസ് ആഡഡ് ടു ദ മോഡൽ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എഫ് ഇൻ കണ്ടീഷൻ, അതായത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് ഏത് കേസിലാണോ ഗ്രേറ്റർ ദാൻ എഫ് ഇൻ ആകാത്തത് ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യും. We note that we can equivalently specify a tail probability and allow a regressor to enter if the tail probability P of partial f greater than f calculated less than the specified probability. നമ്മൾ എഫ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്കൊരു ടെയിൽ പ്രോബബിലിറ്റി ഇതുപോലെ അസൈൻ ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സെയിം പ്രൊസീജിയർ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഫോർവേഡ് സെലക്ഷൻ. ഫോർവേഡ് സെലക്ഷനിൽ നമ്മൾ അറ്റ് എ ടൈം നമ്മൾ ഒരു റിഗ്രസസിനെ പോലും കൺസിഡർ ചെയ്യുന്നില്ല, ഇൻ്റർസെപ്റ്റ് മാത്രമേ നമ്മുടെ മോഡലിൽ കാണത്തുള്ളൂ. അപ്പം ഓരോ തവണ നമ്മൾ ഓരോരോ റിഗ്രസസ് വിധം ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എഫ് ഇൻ എന്നുള്ള ആ ഒരു വാല്യൂ നമ്മൾ ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുള്ളൊരു എഫ് സ്റ്റാറ്റിസ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ഓരോ റിഗ്രസസിനെ എടുത്ത് മോഡലിലേക്ക് കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ എഫ് ഇൻ എന്നുള്ള ഈ ഒരു വാല്യൂവിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള എഫ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂസ് വരുന്ന റിഗ്രസേഴ്സ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിരിക്കും നമ്മുടെ മോഡലിൽ എൻറ്റർ ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ ഏതിനാണ് കൂടുതൽ അത് ആദ്യം എൻറ്റർ ചെയ്യും, അതിനുശേഷം അടുത്തത് അങ്ങനെ എന്നുള്ള രീതിയായിരിക്കും. അപ്പം ഏത് റിഗ്രസറാണോ എഫിൻ്റെ വാല്യൂവിനേക്കാളും കുറവായിട്ടുള്ളത് അവരൊക്കെ നമ്മുടെ മോഡലിൽ നിന്ന് ഔട്ടാവും. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഫോർവേഡ് സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. ഇനി നമുക്ക് ബാക്ക്വേർഡ് എലിമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. Backward elimination attempts to get a good model by working in a direction opposite to that of forward selection method. അപ്പോൾ നമ്മൾ ഫോർവേഡ് സെലക്ഷൻ മെത്തേഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ബാക്ക്വേർഡ് എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യുന്നത്. ഇനിഷ്യലി വി സ്പെസിഫൈ എ പ്രീ സെലക്റ്റഡ് എഫ് വാല്യൂ, സേ എഫ് ഔട്ട് or f to remove, and decide to remove an independent variable from the model depending on this value. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഫോർവേഡ് സെലക്ഷനിൽ എന്താ ഒരു എഫ് ഇൻ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മളൊരു എഫ് ഔട്ട് വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത്. അറ്റ് എ ടൈം നമ്മുടെ മോഡലിൽ എല്ലാ റിഗ്രസീവ് വേരിയബിൾസും ഉണ്ട്. ഫോർവേഡ് സെലക്ഷനിൽ എന്തായിരുന്നു, ഒരു റിഗ്രസേഴ്സ് പോലും ഇല്ലായിരുന്നു. ബാക്ക്വേർഡ് എലിമിനേഷൻ പ്രൊസീജിയറിൽ നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ എല്ലാ റിഗ്രസേഴ്സിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഓരോന്നിനെ വിധം റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. And initially we specify pre-selected f value, say f out, and decide to remove an independent variable from the model depending on this value. അപ്പോൾ നമ്മൾ എഫ് ഔട്ട് എന്നുള്ള ഈ ഒരു വാല്യൂവിൻ്റെ ബേസിസിൽ നമ്മൾ നമ്മുടെ മോഡലിൽ നിന്ന് റിഗ്രസേഴ്സിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. First we begin with a model that includes all the candidate regressors. Then the partial f statistic is computed for each regressor as if it were the last independent variable to be added to the model, denoting a typical candidate regressors as x1 and others as x2, x3, etc. xk. We have partial f statistic as. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മോഡലിൽ എല്ലാ റിഗ്രസേഴ്സും ഉണ്ട്. നമ്മൾ പിന്നെ പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് കമ്പ്യൂട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ ഒരു എഫ് ഔട്ടിൻ്റെ വാല്യൂ വെച്ച് കമ്പയർ ചെയ്തിട്ട് ആ ഒരു റിഗ്രസേഴ്സിനെ റിമൂവ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്യുന്ന വേരിയബിളിനെ നമ്മൾ എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. അതിനുശേഷമുള്ളതിന് എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3 അങ്ങനെ എക്സ് ഓഫ് കെ വരെ എഴുതി. അപ്പോൾ നമ്മൾ പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ വെച്ചിട്ട് ഈ ഒരു എഫ് ഔട്ടിൻ്റെ വാല്യൂ കമ്പയർ ചെയ്യും. പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സം ഓഫ് സ്ക്വയർ ഓഫ് റെസിജ്വൽ ഓഫ് എക്സ് ഓഫ് 2 എക്സെട്ര എക്സ് ഓഫ് കെ മൈനസ് സം ഓഫ് സ്ക്വയർ ഓഫ് റെസിജ്വൽ ഓഫ് എക്സ് ഓഫ് 1 എക്സ് ഓഫ് 2 എക്സെട്ര എക്സ് ഓഫ് കെ ഡിവൈഡ് ബൈ 1 the whole divided by sum of square of residual of x of 1 x of 2 etc x of k divided by n minus k minus 1. അപ്പോൾ ഈ ഒരു പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ എഫ് ഔട്ടിൻ്റെ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. The smallest of these is compared with the pre-selected f out. If the smallest value is less than f out, then the regressor is removed from the model. അപ്പോൾ നമ്മൾ ഏറ്റവും കുറവ് പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ ഏതിനാണെന്ന് നോക്കും. ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ എഫ് ഔട്ടിൻ്റെ വാല്യൂവിനെക്കാട്ടിലും കുറവാണെങ്കിൽ നമ്മൾ ആ ഒരു റിഗ്രസറിനെ നമ്മുടെ മോഡലിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയും. അപ്പോൾ നമ്മൾ അറ്റ് എ ടൈം നമ്മൾ ഫസ്റ്റ് ടൈമിൽ നമ്മുടെ മോഡലിൽ എല്ലാ റിഗ്രസേഴ്സും ഉണ്ട്. അതിനുശേഷം പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് കമ്പ്യൂട്ട് ചെയ്യും. ആ സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് നമ്മുടെ എഫ് ഔട്ടിൻ്റെ വാല്യൂവിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ആ എഫ് ഔട്ടിൻ്റെ വാല്യൂവിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ നമ്മുടെ ആ ഒരു കറസ്പോണ്ടിങ് പാർഷ്യൽ എഫ് ഉള്ള റിഗ്രസീവ് വേരിയബിൾ നമ്മൾ മോഡലിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയും. Note that
If none of the regressors satisfy less than f out condition, then none of them leave the model and we will retain all regressors. അപ്പോൾ നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം എഫ് ഔട്ടിൻ്റെ വാല്യൂവിനെക്കാട്ടിലും ചെറുതായിട്ട് ഒരു റിഗ്രസേഴ്സിൻ്റെ എഫ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ പോലും ഇല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണത്തെ പോലും റിമൂവ് ചെയ്തില്ല. എല്ലാ റിഗ്രസേഴ്സും നമ്മുടെ മോഡലിൽ തന്നെ ഉണ്ടായിരിക്കും. If one of the regressors is removed from the model, then we proceed to see if another regressor needs to be removed. അപ്പോൾ ഒരെണ്ണം റിമൂവ് ആയെങ്കിൽ ഈ സെയിം പ്രൊസീജിയർ വഴി നമ്മൾ ബാക്കി ഏതൊക്കെ അടുത്ത സ്റ്റെപ്പിൽ അടുത്ത ഏത് റിഗ്രസറാണ് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ നോക്കും. We build a model with the k-1 regressors that remain and repeat the same procedure as above. This goes to until a stage for none of the existing regressors the partial f statistic value is less than f out. It will go on till all the regressors are removed from the model. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു മോഡലിൽ റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള k-1 റിഗ്രസേഴ്സ് വെച്ചിട്ട് ഈ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഏതൊക്കെ പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ ഏറ്റവും ചെറുതായിട്ടുള്ള പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ നോക്കിയിട്ട് അതിലേതാണ് എഫ് ഔട്ടിനേക്കാളും ചെറുത് അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഗ്രസ് വേരിയബിളിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും. ഒരു പക്ഷേ ഇങ്ങനെ റിമൂവ് ചെയ്ത എല്ലാ റിഗ്രസേഴ്സും നമ്മുടെ മോഡലിൽ നിന്ന് ഔട്ടാകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു റിഗ്രസർ പോലും നമ്മുടെ മോഡലിൽ നിന്ന് ഔട്ടാകാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക്വേർഡ് എലിമിനേഷൻ മെത്തേഡ് വഴി ഏതൊക്കെ റിഗ്രസേഴ്സും നമ്മുടെ മോഡലിൽ നിന്ന് എലിമിനേറ്റഡ് ആയി പോകുന്നു നോക്കും. We note that we can equivalently specify a tail probability and eliminate a regressor from the model if the tail probability P of partial f greater than f calculated greater than specified probability. അപ്പോൾ നമ്മൾ ഈ ഒരു സെയിം പ്രൊസീജിയർ എഫ് സ്റ്റാറ്റിസ്റ്റിക് കൂടാതെ ഒരു ടെയിൽ പ്രോബബിലിറ്റി സ്പെസിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. The backward elimination method is often a very good model building procedure. It is particularly favored by analysts who like to see the effect of including all candidate regressors so that nothing obvious is missed. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്താ, നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ എല്ലാ റിഗ്രസേഴ്സ് വെച്ചിട്ടും നമ്മൾ മോഡൽ ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സിഗ്നിഫിക്കൻ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് ഫസ്റ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ പോലും റിമൂവ് ചെയ്യാതെ നമുക്ക് നമ്മുടെ മോഡലിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ സ്റ്റെപ്പ് വൈസ് റിഗ്രഷനാണ് നോക്കുന്നത്. ആക്ച്വലി സ്റ്റെപ്പ് വൈസ് റിഗ്രഷൻ ഈ ഒരു ഫോർവേഡ് മെത്തേഡിൻ്റെയും ബാക്ക്വേർഡ് എലിമിനേഷൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മോഡൽ ബിൽഡ് ചെയ്യുമ്പം ഇഫക്റ്റീവായിട്ട് ഉള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് വൈസ് റിഗ്രഷനാണ്. കാരണം നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് മോഡലിനെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതി നമുക്ക് ഈ സ്റ്റെപ്പ് വൈസ് റിഗ്രഷനിൽ നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. Stepwise regression is a modified method which involves both the selection and elimination process. In this method, the process starts with the selection of a single variable, but at each step, all the regressors that have entered into the model in the previous steps are reassessed. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ആദ്യമേ ഒരൊറ്റ വേരിയബിളിനെ സെലക്ട് ചെയ്താണ് തുടങ്ങുന്നത്. അപ്പം ഓരോ സ്റ്റെപ്പിലും നമ്മുടെ മോഡലിൽ എൻ്റർ ചെയ്തിട്ടുള്ള വേരിയബിളിനെയും അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ നേരത്തെയുള്ള മെത്തേഡ്സിലൊക്കെ നമ്മൾ ആദ്യമേ ഒരു വേരിയബിൾ എൻ്റർ ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, അടുത്ത വേരിയബിളിനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് വൈസ് പ്രൊസീജിയറിൽ ഓരോ പർട്ടിക്കുലർ വേരിയബിൾ നമ്മുടെ മോഡലിലേക്ക് ആഡ് ചെയ്യുമ്പോഴും നേരത്തെ നമ്മൾ ആഡ് ചെയ്ത മോഡലിൽ ആഡ് ചെയ്തിട്ടുള്ള വേരിയബിളിനെ എഗെയിൻ റീഅസസ്മെൻറ്റ് നടത്തിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് വൈസ് റിഗ്രഷൻ അടുത്ത വേരിയബിളിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. This is unlike the forward selection method, which at any step evaluates only the newly entered variable of that step. Also, this is unlike backward elimination method, which does not re-evaluate variables that have already the model entered in the earlier steps. അപ്പോൾ നമ്മൾ ഫോർവേഡ് സെലക്ഷൻ മെത്തേഡിലും ബാക്ക്വേർഡ് എലിമിനേഷൻ മെത്തേഡിലൊക്കെ ഓൾറെഡി നമ്മുടെ മോഡലിലുള്ള അല്ലെങ്കിൽ മോഡലിൽ എൻ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മോഡലിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള വേരിയബിളിനെ പറ്റി നമ്മൾ പിന്നെ ചെക്ക് ചെയ്ത് നോക്കാറില്ല. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് വൈസ് റിഗ്രഷൻ പ്രൊസീജിയർ നമ്മൾ ഓരോ തവണ നമ്മുടെ മോഡലിൽ എൻ്റർ ചെയ്തിട്ടുള്ള വേരിയബിൾസിനെയും അതുപോലെ നമ്മുടെ മോഡൽ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള വേരിയബിൾസിനെ നമ്മൾ എഗെയിൻ റീഅസസ്മെൻറ്റ് നടത്തിയിട്ട് അത് നമ്മുടെ മോഡലിന് സ്യൂട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. Initially, we specify pre-selected f values, say f in or f to enter and f out or f to leave, and allow an independent variable to enter or leave the model depending on this value.
we start as in the forward method. If no independent variable enters, then the process ends and let an independent variable x of 1 enters the model. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മളൊരു ഫോർവേഡ് സെലക്ഷൻ മെത്തേഡിൽ എഫിൻ കൺസിഡർ ചെയ്ത പോലെ തന്നെ ഒരു എഫിൻ വാല്യൂം അതുപോലെ ബാക്ക്വേർഡ് എലിമിനേഷൻ മെത്തേഡിൽ നമ്മളൊരു എഫ് ഔട്ട് കൺസിഡർ ചെയ്തിരുന്നു. അതുപോലെ ഒരു എഫ് ഔട്ട് വാല്യൂ നമ്മൾ സ്പെസിഫൈ ചെയ്യും. അതിനുശേഷം ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മുടെ മോഡലിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഓരോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മുടെ മോഡലിൽ നിന്ന് ലീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ ഒരു എഫിൻ്റെയും എഫ് ഔട്ടിൻ്റെയും വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്മൾ ഫോർവേഡ് മെത്തേഡിൽ ചെയ്ത പോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മോഡലിൽ ആദ്യമേ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പോലും ഇല്ല എന്നുള്ള രീതി എടുക്കും. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പോലും എൻ്റർ ചെയ്തില്ലെങ്കിൽ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യുവാണ് എക്സ് ഓഫ് 1 എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മുടെ മോഡലിൽ എൻ്റർ ചെയ്തെന്ന് വെച്ചു. The second regressor selected for entry in the model is the one that has maximum partial correlation with y after eliminating the effect of x of 1, that is variable that has the that was selected in the first stage. അപ്പോൾ നമ്മൾ സെയിം ഫോർവേഡ് മെത്തേഡ് ചെയ്ത പോലെ തന്നെ എക്സ് ഓഫ് 1 എൻ്റർ ചെയ്തു. അതിനുശേഷം എക്സ് ഓഫ് 2 എൻ്റർ ചെയ്യണമെങ്കിൽ പാർഷ്യൽ കോറിലേഷൻ ഓഫ് വൈ ഏതിനാണോ കൂടുതൽ ആ ഒരു ഇതായിരിക്കും കയറുന്നത് നമ്മുടെ മോഡലിലേക്ക്. let a typical additional candidate regressor be x of 2. അങ്ങനെ നമ്മുടെ പാർഷ്യൽ കോറിലേഷൻ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളെ നമ്മൾ എക്സ് ഓഫ് 2 എന്ന് പറഞ്ഞെടുത്തു. For each of these additional regressors we compute the partial f statistic given by partial f is to enter is equal to sum of square of residual of x of 1 minus sum of square of residual of x of 1 comma x of 2 divided by 1, the whole divided by sum of square of residual of x of 1 comma x of 2 divided by n minus 2. The largest of these is compared with the pre-selected f(n). അതിനുശേഷം നമ്മൾ പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് കമ്പ്യൂട്ട് ചെയ്യും. പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ രണ്ടു പേർക്കും കമ്പ്യൂട്ട് ചെയ്യും. എഫിൻ്റെ വാല്യൂവിനെക്കാട്ടിലും കൂടുതൽ ഏതിനാണോ ഉള്ളത് ആ ഒരു റിഗ്രസർ വേരിയബിൾ ആയിരിക്കും നമ്മുടെ മോഡലിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ദ ലാർജസ്റ്റ് ഓഫ് ദീസ് ഈസ് കമ്പയർഡ് ടു ദ പ്രീ സെലക്ടഡ് എഫിൻ. ഇഫ് ദ ലാർജസ്റ്റ് വാല്യൂ എക്സീഡ്സ് എഫിൻ then that regressor enters the model. Also we compute another partial f statistic given by a partial f to remove അതുപോലെ എഫിൻ നമ്മൾ നോക്കിയിരുന്നു. അതുപോലെ പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്ക് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്കും കമ്പയർ ചെയ്യും. ഞാൻ പറഞ്ഞു ഈ സ്റ്റെപ്പ് വൈസ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് സെലക്ഷൻ്റെയും ബാക്ക്വേർഡ് എലിമിനേഷൻ്റെ കോമ്പിനേഷൻ മെത്തേഡാണ്. സോ നമ്മൾ ഫസ്റ്റ് പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്ക് എഫിനായിട്ട് അതായത് എൻ്റർ ചെയ്യേണ്ട എഫിൻ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കുന്ന പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് വെച്ചാൽ എഫ് ഔട്ട് റിമൂവ് ചെയ്യാനുള്ള പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ആണ് നോക്കുന്നത്. അപ്പോൾ അത് പാർഷ്യൽ എഫ് ടു റിമൂവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയർ ഓഫ് റെസിഡ്യുവൽ of x of 2 minus sum of square of residual of x of 1 comma x of 2 divided by 1, the whole divided by sum of square of residual of x of 1 comma x of 2 divided by n minus 3. അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ വെച്ച് നമ്മൾ പാർഷ്യൽ എഫ് ടു റിമൂവ് കണ്ടുപിടിക്കും. ഇഫ് ദിസ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് ലെസ് ദാൻ എഫ് ഓഫ് ഔട്ട്, then that independent variable x of 1 which entered in the first step is removed from the model. അപ്പോൾ നമ്മൾ ഈ ഒരു പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്ക് നമ്മൾ എക്സ് ഓഫ് 1 ഓൾറെഡി നമ്മുടെ മോഡലിൽ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക് വഴി നമ്മുടെ എക്സ് ഓഫ് 1ൻ്റെ പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ സ്പെസിഫൈ ചെയ്ത എഫ് ഓഫ് ഔട്ടിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ നമ്മൾ എക്സ് ഓഫ് 1 എന്ന് പറയുന്ന ആ ഓൾറെഡി നമ്മുടെ മോഡലിൽ എൻ്റർ ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മെത്തേഡിലൊന്നും ഇങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഓൾറെഡി നമ്മുടെ മോഡലുണ്ടെങ്കിൽ അത് പിന്നെ നമ്മുടെ മോഡലിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് വൈസ് പ്രൊസീജിയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ മോഡലുള്ളതാണെങ്കിൽ പോലും നമ്മൾ എഫ് ഔട്ട് വാല്യൂ ആയിട്ട് അതിൻ്റെ പാർഷ്യൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ ഓരോ സ്റ്റെപ്പിലും കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ ആ ഒരു എഫ് ഔട്ട് വാല്യൂവിനെക്കാളും ചെറുതാണ് അതിൻ്റെ പാർഷ്യൽ എഫിൻ്റെ വാല്യൂ എങ്കിൽ നമ്മൾ ആ കറസ്പോണ്ടിങ് റിഗ്രസർ വേരിയബിൾസിനെ നമ്മുടെ മോഡലിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയും. ദിസ് പ്രോസസ് ഗോസ് ഓൺ അൺടിൽ നോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് ലെഫ്റ്റ് ഔട്ട് ഓർ അൺടിൽ വി റീച്ച് എ സ്റ്റേജ് വെൻ none of the remaining variables enter and none of the already enter variables gets removed. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ മോഡലിലേക്ക് ഇനി എൻ്റർ ചെയ്യാൻ ഇനി റിമൈനിങ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഒന്നും ഇല്ലാത്തൊരു കേസോ അല്ലെങ്കിൽ നമ്മുടെ മോഡലിൽ നിന്ന് ലീവ് ചെയ്യാൻ ഇനി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഇല്ലാത്തൊരു കേസിൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. സോ ഈ ഒരു സ്റ്റെപ്പ് വൈസ് റിഗ്രഷൻ എന്ന് പറയുന്നത് എന്താ, ഫോർവേഡ് മെത്തേഡിൻ്റെയും ബാക്ക്വേർഡ് മെത്തേഡിൻ്റെയും കോമ്പിനേഷനാണ്. അറ്റ് എ ടൈം ഒരു വേരിയബിൾ എൻ്റർ ചെയ്യുമ്പം മറ്റൊരു വേരിയബിളിനെ ലീവ് ചെയ്യാനുള്ള ചാൻസും ഈ ഒരു സ്റ്റെപ്പ് വൈസ് റിഗ്രഷനിലുണ്ട്. അപ്പം ഈ 3 മെത്തേഡ്സ് വഴിയാണ് നമ്മൾ മോഡൽ ബിൽഡിംഗ് പ്രൊസീജിയർ നടത്തുന്നത്. ഒന്നെങ്കിൽ ഫോർവേഡ് സെലക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ബാക്ക്വേർഡ് എലിമിനേഷൻ ആയിരിക്കും, ഇല്ലെങ്കിൽ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള സ്റ്റെപ്പ് വൈസ് പ്രൊസീജിയർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 3 മെത്തേഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.